വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. പാതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പ്. നിലമ്പൂരിലെ ഏജൻസി ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തു. CI സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ 2 SI-മാരും ഒരു CPO-യും ചേർന്നാണ് പരിശോധന നടത്തിയത്. സ്ഥാപനത്തിന്റെ പൂട്ട് തകർത്താണ് പോലീസ് പരിശോധന നടത്തിയത്. സീലിയാൻ എന്തൊക്കെ അരക്കെടുത്തോ, പൊടിയെടുത്തോ? അരക്ക് പൊടിയുണ്ട്. നിലമ്പൂരിൽ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് സ്കൂട്ടർ വിതരണം ചെയ്യുന്നതിന് സ്കൂട്ടറിന്റെ വിലയുടെ പകുതി പണം ശേഖരിച്ചത്. ഇത് ഒരാളിൽ നിന്ന് ഏകദേശം 60,000 രൂപയും കമ്മീഷൻ വകയിൽ 3,000 രൂപയും വരും. കാർഷിക കേന്ദ്രത്തിന്റെ പേരിൽ 2,000 രൂപയും ഉൾപ്പെടെ ഒരാളിൽ നിന്നും 65,000 രൂപ വീതമാണ് വാങ്ങിയിട്ടുള്ളത്. നിലവിൽ 128 പേരിൽ നിന്നും 80 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തിട്ടുള്ളത്. ഇത് നിലവിൽ പോലീസിന് ലഭിച്ച കണക്ക് പ്രകാരമുള്ളതാണ്. ഇനി എത്ര പേർ കൂടി തട്ടിപ്പിനിരയായതെന്നറിയാൻ പോലീസ് പരിശോധനയിൽ മാത്രമേ കഴിയൂ. സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ മാനേജരെ വിളിച്ച് വരുത്തിയാണ് പൂട്ട് തകർത്തത്. ഓഫീസിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും ബന്ധപ്പെട്ട രജിസ്റ്ററുകളും പോലീസ് പിടിച്ചെടുത്തു. കമ്പ്യൂട്ടറുകൾ വിദഗ്ധരെ ഉപയോഗിച്ച് കൂടുതൽ പരിശോധന നടത്തും. കമ്പ്യൂട്ടറിലെ രേഖകൾ കൂടി പരിശോധിക്കുമ്പോഴേ എത്ര തുകയുടെ തട്ടിപ്പാണ് നിലമ്പൂരിൽ നടന്നതെന്ന് വ്യക്തമാകൂ. പരാതികൾ വന്നതിനെ തുടർന്ന് ഏജൻസിയുടെ ഉടമ ബിനോയ് പാട്ടത്തിൽ ഒളിവിലാണ്. ഇയാൾ സംസ്ഥാനം വിട്ടുപോയതായാണ് പോലീസ് സംശയിക്കുന്നത്. അതേസമയം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാനുള്ള സാധ്യതയിലേക്കും പോലീസ് വിരൽ ചൂണ്ടുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.